കപ്പാസിറ്റിയുള്ള ഒരു മനുഷ്യനും ഭൂമിയിലില്ല. അപ്പൊ മരണം ദൈവത്തിന് സ്വന്തം ഏത് സമയത്താണ് നമ്മളെ പിടിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ മരണത്തിനപ്പുറം രക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. നമുക്ക് ഈ ലോകത്തിലെ രക്ഷയെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ മരണത്തിനപ്പുറം ഈ ജഡത്തിനകത്ത് തന്നിരിക്കുന്ന ജീവൻ ഈ ജഡത്തുനിന്ന് കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ കഴിച്ച ആഹാരം കൊണ്ടോ എന്റെ ഗ്ലാമർ കൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ ഒന്നുമല്ല ഈ ശരീരത്തിനകത്ത് ജീവൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന് സ്വന്തം. അപ്പോൾ അത് എപ്പോ വേണേലും ദൈവം എടുക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് മരിച്ചാൽ നമ്മുടെ ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് ഒരറിവ് നമുക്കുണ്ടാകണം. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഒരുവൻ സർവ്വലോകവും നേടിയാലും വിലയേറിയ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? നമുക്കിതെല്ലാം വില കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എന്തെല്ലാം വേണേലും വില കൊടുത്താൽ കിട്ടും. ഭാര്യയെ കിട്ടും, ഭർത്താവിനെ കിട്ടും, മടമുണ്ടോ, നല്ല വീട്, വാഹനം, ഇതെല്ലാം കിട്ടും. പക്ഷെങ്കിൽ ഈ ശരീരത്തിൽ തന്നിരിക്കുന്ന ഓക്സിജൻ വില കൊടുത്താൽ കിട്ടുന്നതല്ല. ആശുപത്രിയിൽ വേണേ ചെന്നാൽ അല്പസമയത്തേക്ക് ഇച്ചിരി ഓക്സിജൻ വിലയ്ക്ക് വാങ്ങിക്കാം. അവര് പറയുന്ന ബില്ല് കൊടുത്തേക്ക് ഇറങ്ങിപ്പോരാ. പക്ഷെ ഈ സൗജന്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇത്രത്തോളം വലിച്ചും കൊണ്ടിരിക്കുന്ന ഈ പ്രാണൻ എത്ര രൂപ കൊടുത്തിട്ടാ സഹോദരങ്ങളെ നമ്മൾ ഈ മണ്ണിൽ ജീവിക്കുന്നത്? ദൈവത്തിന്റെ ദയയും മനസ്സരിയും ഒന്ന് മാത്രമല്ലേ നമ്മൾ ഈ മണ്ണിലായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, മരണത്തിനപ്പുറം ആത്മരക്ഷയുണ്ട്. ഞാൻ വേദപുസ്തകത്തില് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ഈ ബൈബിളിനകത്തെ സലോമൻ രാജാവ് എഴുതിയ ഒരു കാര്യമുണ്ട്. അത് സദൃശവാക്യം അതിന്റെ ദൈവത്തിന് സ്തോത്രം 15-ന്റെ 24 ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാകും, കീഴിലുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകുന്നു. അഹങ്കാരികളുടെ വീടോ യഹോവ പൊളിച്ചു കളയും. അപ്പൊ ബുദ്ധിമാനും ബുദ്ധിയില്ലാത്തവരെ കുറിച്ച് ഒത്തിരി ഉപമകളും സംഭവങ്ങളും ഒക്കെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയില്ലാത്ത കന്യാമാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപമ കർത്താവ് പറഞ്ഞു, 10 പേര്, അത് 5 പേരുടെ വിളക്കിൽ എണ്ണയില്ല, 5 പേരുടെ വിളക്കിൽ എണ്ണയുണ്ട്. അപ്പൊ വിളക്കുണ്ടെങ്കിലും എണ്ണയില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. പുറമേ നോക്കിയാൽ നമ്മളെ കത്തും, ഇപ്പൊ വെളിച്ചവാ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഇന്ധനമില്ലെങ്കിൽ കത്തുക. അപ്പൊ അതേ ബുദ്ധിയില്ലാത്തവരെ വിളക്കെടുത്തപ്പോൾ അവരെ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവരെ എണ്ണ എടുത്തു എന്നൊരു ഉപമ കർത്താവ് പറയും. അതുപോലെ 2 വീട് വെച്ച മനുഷ്യനോട് സാദൃശ്യം കർത്താവ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒരു വീട് വെച്ചു, അവന് ആഴെ കുടിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട ഒരു വീട് അവൻ വെച്ചത്. അവിടെ കാറ്റടിച്ചു, വന്മഴ വന്നു, പെരുങ്കാറ്റ് വന്നു, കോളിളക്കങ്ങൾ വന്നു, അത് തകർന്നു പോയില്ല. കാരണം അതിന്റെ അടിസ്ഥാനം ഉറപ്പുള്ളതാ, പാറയിലാണ് പണിതത്. എന്നാൽ മണലിന്മേ പെര വെച്ച ഒരുവനോട് പറഞ്ഞിട്ടുണ്ട്, അടിസ്ഥാനമില്ലാതെ വെച്ച വീട് കാറ്റുകളും കോളുകളും പ്രതികൂലങ്ങളും വന്നപ്പോൾ അത് തകർന്നു പോയി, അതിന്റെ വീഴ്ച വലിയതായിരുന്നു എന്ന് അവിടെ വായിക്കുന്നു. അപ്പൊ ബുദ്ധിമാന്റെ ജീവിതയാത്ര മേലോട്ടാകുന്നു, കീഴെയുള്ള പാതാളം അവൻ ഒഴിഞ്ഞു പോകും. വേദപുസ്തകത്തിനകത്ത് 2 മരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം നമ്മൾ 16-ാം അധ്യായം 19-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ ധനവാനായ ഒരു മനുഷ്യൻ, അവന് ധൂമര വസ്ത്രവും പട്ടും ധരിച്ച ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ച ഒരു ധനാഢ്യനായ മനുഷ്യൻ. എന്നാൽ അവന്റെ വീടിന്റെ വാതിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ കിടപ്പുണ്ടായിരുന്നു. അവന്റെ പേര് ലാസറാണ്. ധനവാന്റെ പേര് പറഞ്ഞിട്ടില്ല.
ഈ ലാസറെ ഈ ധനവാന്റെ വീടിന്റെ വാതിക്കെ കിടക്കുക. എന്തിനാന്ന് ചോദിച്ചാൽ ധനവാന്റെ മേശയിൽ നിന്ന് തൂത്ത് കളയുന്ന ആ ഞുറുക്കുകളൊക്കെ കിട്ടിയാൽ ഒരു നേരം കഴിഞ്ഞുകൂടാം എന്ന് ഓർത്ത ദരിദ്രനായ ആ ലാസറെ അവിടെ കിടക്കുക. ചില നാള് കഴിഞ്ഞപ്പോൾ ആ ദരിദ്രനായ ലാസർ മരിച്ചുപോയി. ആ ലാസറിനെ ദൈവത്തിന്റെ ദൂതന്മാരെ അബ്രാമിന്റെ മടിയിൽ കൊണ്ടിയെന്നു എന്ന് വായിക്കുന്നു. അപ്പൊ അബ്രാമിന്റെ മടി എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ നിയമകാലത്തെ വിശുദ്ധന്മാരെ മരിച്ച് ഉയർത്തെന്നിട്ട് ജീവിക്കുന്ന ഒരു സ്വർഗമാണ് പർദീസ. എന്നാൽ ധനവാനെ പിന്നെയും മുന്നോട്ട് വെക്കൊണ്ടിരുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. അപ്പൊ ലാസർ മരിച്ചിട്ട് അടക്കപ്പെട്ടെന്ന് പറഞ്ഞില്ല. കാരണം അവൻ ദരിദ്രനായതുകൊണ്ട് പേപ്പറിനകത്തൊന്നും വിടാൻ ആരുമില്ലായിരുന്നു. തന്നെയല്ല, ഒത്തിരി ആൾക്കാരൊന്നും കൂടിയില്ല. ദരിദ്രനായതുകൊണ്ട് ആരും അവന്റെ കൂടെ ഇല്ലായിരുന്നു. വല്ല പഞ്ചായത്തുകാരോ മുനിസിപ്പാലിറ്റിക്കാരോ ഏതെങ്കിലും കോണിൽ കിടന്ന് മരിച്ചപ്പോ നാറ്റം വരാതിരിക്കാൻ മറവ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ധനവാൻ മരിച്ചപ്പോൾ അടക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ധനവാന്മാരും ഇഷ്ടംപോലെ ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും മന്ത്രിമാരും MLA-മാരും പുരോഹിതന്മാരും കന്യാസ്ത്രീകളും പൂജാരിമാരും മൗലവിമാരും എന്ന് വേണ്ട ഒത്തിരി ജനക്കൂട്ടം ആ ധനവാന്റെ വീടിന്റെ വാതില് പോലെ മശാനം വരെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പലരും കൊണ്ടുവന്ന് റീത്തും ഒക്കെ വെച്ച് കാണും. എത്ര റീത്ത് വെച്ചെന്നോ ആരെല്ലാം വെച്ചെന്ന് ഈ മനുഷ്യൻ അറിഞ്ഞില്ല. ഇയാൾ ഇവിടെ നിന്ന് പോയി. ഈ ജഡവാ ഇവിടെ കിടക്കുന്നത്, ഈ വാഴപ്പിണ്ടിയാ കിടക്കുന്നത്. വാഴപ്പിണ്ടിക്ക് ഒരു ഗുണവുമില്ല. നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരിക്കൽ വാഴപ്പിണ്ടി ആകേണ്ടവർ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം എടുത്തു പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ധനവാന് യാതനാസ്ഥലത്ത് യാതനാസ്ഥലം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കീഴിലുള്ള പാതാളമാണ്. ഈ ധനവാൻ യാതനാസ്ഥലത്ത് എന്ന് മേപ്പോട്ട് നോക്കി എന്ന് വായിക്കുന്നു. മേപ്പോട്ട് നോക്കിയപ്പോ കണ്ട കാഴ്ച തന്റെ വീടിന്റെ വാതിക്കെ കിടന്ന ദരിദ്രനായ ഈ ലാസറെ അബ്രാമിന് വഴിയിൽ വിശ്രമിക്കുന്നു. ഇദ്ദേഹം അപ്പൊ താഴെ കിടന്നുകൊണ്ട് പറയുകയാണ്, അബ്രാം പിതാവേ, ഞാൻ ഈ ജാലേക്ക് കിടക്കുക. കിടാത്ത തീയും ചാകാത്ത ഒടുവുള്ള നരകത്തിൽ ചെന്ന് വീണ് കിടക്കുക. ലോകത്തിലായിരുന്നപ്പോ ആഡംബരത്തോട് ജീവിച്ചവനാ, പൊളച്ച് ജീവിച്ചവനാ. ലോകക്കാർ അംഗീകരിച്ചാണ്. പക്ഷേ ദൈവം അംഗീകരിച്ചിട്ടില്ലെങ്കിൽ തള്ളപ്പെടും. ആരായാലും കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ലോകം മുഴുവനും ഭരിക്കുന്ന രാജാവാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ നിയമത്തെ ലംഘിച്ചാൽ ദൈവം തള്ളിക്കളയുമല്ലേ? അതിന് യാതൊരു തർക്കവുമില്ല. ഈ സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറയാനായിട്ടാണ് വന്നത്. അല്ലാതെ പ്രസംഗിച്ച് നിങ്ങളെ ഞങ്ങളുടെ ഇതിനകത്തോട്ട് ചേർക്കാനോ പ്രസംഗിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ടുപോയി ഞങ്ങൾക്ക് ഉപജീവിക്കാനോ ഒന്നുമല്ല. ഞങ്ങൾ ഈ അറിഞ്ഞ സത്യം ഞങ്ങളെ ഏൽപ്പിച്ച് പറഞ്ഞില്ല പിന്നെ ആരാ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരേ സ്ഥലത്തിൽ നിന്ന് ഈ ധനവാന് യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് അബ്രാം പിതാവിനോട് പറയുക, അബ്രാം പിതാവേ, ഞാൻ ഈ ജാലേക്ക് കിടക്കുക. എനിക്ക് വളരെ ദാഹമുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കുന്ന സ്വർഗവും നരകവും ഒക്കെ ഇവിടെ കൊണ്ട് തീരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സത്യം കള്ളത്തരമൊന്നും വരികയല്ലേ? അവിടെ കിടന്നുകൊണ്ട് ഈ ധനവാൻ പറയും, എനിക്ക് ദാഹിക്കുന്നു. അപ്പൊ നിന്റെ ആത്മാവിന്റെ ദാഹം ഈ ലോകത്ത് വെച്ച് തീർത്തേച്ച് വേണം പോകാൻ. അവിടെ ചെന്നിട്ട് തീർക്കാനൊന്നും പറ്റുകയില്ല. ചെറുതൊക്കെ ഓർക്കുന്ന അറിയാം, മരിച്ചു കഴിയുമ്പം എന്തെങ്കിലും ആണ്ടിയാത്തങ്ങളോ കുദാശകളോ കർമ്മങ്ങളോ ബലികളോ ഒക്കെ നടത്തിയാൽ ആത്മാവിന് മോക്ഷമുണ്ടെന്ന് അറിവില്ലാത്തവർ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളൊരു വാഴ വെച്ചേച്ച് കൊല വെട്ടിയെടുത്തേച്ച് വിണ്ടിക്ക് വളവിടുന്നവരാരും ഉണ്ടോ? ഇല്ലല്ലോ. ഇട്ടാ വല്ല ഗുണമുണ്ടോ? ഈ ശരീരത്തിൽ ദൈവം തന്നിരിക്കുന്ന ജീവൻ ഈ ശരീരത്തിനകത്തിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അതിന് തക്കവണ്ണമാണ് നമ്മൾ ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചെന്നറിയാവോ? ഈ ധനവാന് സ്വർഗത്തിൽ ചെന്നില്ല, നരകത്തിൽ ചെന്ന് ധനവാൻ ചിന്തിച്ച പോലല്ല. ധനവാൻ ചിന്തിച്ചു കാണുമോ സ്വർഗവും നരകമൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു എന്നൊക്കെ ചിന്തിച്ച പുള്ളിയെ ഇപ്പൊ അവിടെ പോയി കിടക്കുക, യാതനാ സ്ഥലത്ത് കിടക്കുക. അവിടെ കിടന്നു പറഞ്ഞ അബ്രാം പിതാവേ, എന്റെ ദാഹം തീർക്കാൻ ലാസറെ ഒന്ന് അങ്ങോട്ട് അയക്കണം. ലാസറുടെ വെള്ളിൽ വെള്ളത്തിൽ മുക്കി എന്റെ ദാഹനെ തണുപ്പിക്കണം എന്ന് അപേക്ഷിച്ചപ്പോൾ ദൈവത്തിന് തോന്നുന്ന അബ്രാം പിതാവ് പറഞ്ഞു കഴിയേല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാൻ കഴിയാത്ത പോലെ ദൈവം കൂടെ ഒരു വിടവ് വെച്ചിട്ടുണ്ട്. അന്നേരം അദ്ദേഹം പറഞ്ഞു, എന്നാ അബ്രാം പിതാവേ,
എനിക്ക് 5 സഹോദരന്മാര് ഭൂമിയിലുണ്ട്. അവർ ഈ സത്യം അറിയാതെ ഞാൻ ജീവിച്ച പോലെ ജീവിക്കുക, അവർ ഈ യാതന സ്ഥലത്ത് വരാതിരിക്കുവാൻ ഈ ലാസർ എന്നൊന്ന് പറഞ്ഞാൽ അവര് മാനസാന്തരപ്പെടും എന്ന് പറയാം. അബ്രഹാം പറഞ്ഞു അങ്ങനെ കഴിയേല, ഇവിടുന്ന് പോകാനും അവിടുന്ന് ഇങ്ങോട്ട് വരാനും പറ്റുകയില്ല. അതുകൊണ്ട് പിന്നെ ഇത് അറിയുന്നത് എങ്ങനെ? ഈ ലാസർ എങ്ങനെ അറിഞ്ഞത്? അതുപോലെ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ലാസർ അറിഞ്ഞ പോലെ ഈ ധനവാനും അറിയണമായിരുന്നു എന്നതാണ് ഞങ്ങൾ പറയുന്നത്. ദൈവത്തിൽ സ്വന്തം ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവത്തിൽ സ്വന്തം ആ ലാസറുടെ പേര് സ്വർഗത്തിലുണ്ടായിരുന്നു, ധനവാന്റെ പേര് ഇവിടുത്തെ കല്ലറെ കാണും, സമുദായത്തിൽ കാണും, സംഘടനയെ കാണും, ബാങ്കിൽ കാണും. പക്ഷെ സ്വർഗത്തിൽ പേരുണ്ടോ? ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് മരിച്ച ദൈവരാജ്യത്തിൽ ചെല്ലുവോ അതോ യാതനാ സ്ഥലത്തിൽ ചെല്ലുവോ? അപ്പൊ യാതനാ സ്ഥലത്തിൽ എല്ലാം കാര്യം പാവം എന്ന് പറഞ്ഞ് നമ്മളല്ല പാവം ചെയ്തത്, നമ്മുടെ മാതാപിതാക്കന്മാരാണ് പാവം ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ മനുഷ്യനാ പാവം ചെയ്തത്. അവരാണും പെണ്ണും 2 ജാതി. അവിടെ രക്തത്തിലാണ് നമ്മൾ ഉണ്ടായത്. ഈ രക്തത്തിനകത്താണ് ജീവൻ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ വായിക്കാറുണ്ട്, വണ്ടി ഇടിച്ച് വഴി കിടന്ന് രക്തം വാർന്ന് മരിച്ചോ, ജന്മ മുറിച്ച് രക്തം പോയി മരിച്ചെന്നൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. ഈ രക്തത്തിനകത്താണ് പാവം കിടക്കുന്നത്. അതാണ് ജന്മഭാവം എന്ന് പറയുന്നത്. ഈ ജന്മഭാവം മാറാനായിട്ട് പുറമെ ചെളി കരി കളഞ്ഞ് ശങ്കരനെ വർക്കിച്ചേട്ടാന്ന് പേരിട്ട പാവം മാറുമോ? ഇവിടെ നിർത്തുകയല്ലേ. അപ്പൊ നമ്മളെ പേര് മാറിയോണ്ടൊന്നും ആയില്ല. അതൊക്കെ മനുഷ്യന്റെ താല്പര്യത്തിന് വേണ്ടി പേരൊക്കെ ഇടാം. ശങ്കരനെ വർക്കിന്ന് പേരിടാം, വർക്കിക്ക് വേണമെങ്കിൽ ഇബ്രാഹിമാകാം, സരോജനിക്ക് വേണമെങ്കിൽ ഏലിക്കുട്ടി എന്ന് പേരിടാം. ഇതൊക്കെ ഈ ലോകത്തിന്റെ മതത്തിന് ചെയ്യാൻ കഴിയും. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ സ്തോത്രം ഉണ്ടാകട്ടെ. ആത്മാവിന്റെ രക്ഷ അതുകൊണ്ടൊന്നും മതിയാകുന്നതല്ല. അതുകൊണ്ട് ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പാപത്തിന് പരിഹാരം ഉണ്ടാകണം. പാപത്തിന് പരിഹാരം വരുത്താൻ മനുഷ്യന് കഴിയാതെ വന്നപ്പോൾ ദൈവം മനുഷ്യനായി ഭൂമി വന്നു. അവനാണ് യേശു ക്രിസ്തു. 2024 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ രക്ഷയ്ക്കായി